നിങ്ങളെ എപ്പോഴെങ്കിലും ഭയം പിന്നോട്ട് വലിച്ചിട്ടുണ്ടോ? ഭയം ഉള്ളിന്ന് പേടിങ്ങിനെ എരച്ചു വന്നിട്ടുണ്ടോ? എങ്കിൽ മനസ്സിലാക്കുക, അതൊരിക്കലും നിങ്ങളെ തകർച്ചയല്ല, മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള ദിശാസൂചികയാണത്. ഞാൻ ഒ.എച്ച്. റഹ്മാൻ, ദ ഇന്നർ പവർ കോച്ച്. ഭയത്തെക്കുറിച്ച് നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്കാരവും ഒക്കെ പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ പൊട്ടത്തെറ്റാ. ഭയം വരുമ്പോൾ ഒളിച്ചോടണം അല്ലേ? സുരക്ഷിതമായി ഒതുങ്ങിയ ഒരിടത്തിലിരിക്കണം അല്ലേ? അതെ, ഇപ്പോഴത്തെ മനുഷ്യന് ചേർന്നതല്ല. അത് പണ്ടത്തെ മൃഗം, കാട്ടിലെ സിംഹത്തിനും പുലിയിട്ട് കൊഴിച്ചു കളിച്ച് നടത്തിയിരുന്നില്ലേ, ആ മൃഗത്തിന് ചേർന്നതാ. എന്നാൽ ഈ മൃഗീയ ബോധം നമുക്ക് പുറത്തേക്ക് കടക്കണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ സൃഷ്ടാവ് ഉണരുന്നത്. ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് നമുക്ക് ഭയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ധാരാളം അഡ്രിനാലിൻ പുറപ്പെടുവിപ്പിക്കുന്നു. അത് എന്തിനാണ് അഡ്രിനാലിൻ? നിങ്ങൾ ഹൃദയമിടിപ്പ് കൂട്ടാൻ, ശ്വാസോച്ഛ്വാസം കൂട്ടാൻ, തൊണ്ടയിലെ ജലമെടുത്ത് ഇന്ധനമാക്കാൻ. ഇത് നിങ്ങളെ തളർത്താനാ? അല്ല, മറിച്ച് സകല തടസ്സങ്ങളെയും ഭേദിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള അതിയായ ഏകാഗ്രത നിങ്ങൾക്ക് നൽകാനാ. പൗരാണിക ടിബറ്റൻ സന്യാസിമാര് ഭയത്തെ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സിഗ്നലായിട്ടല്ല കണ്ടത്, മറിച്ച് മനസ്സിനെ സൂചിമുന പോലെ ഏകാഗ്രമാക്കാനുള്ള ഊർജമായിട്ടാണ് കണ്ടിരുന്നത്. നിങ്ങൾക്ക് എവിടെയാ ഭയപ്പെടുന്നത്? അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം ഒളിച്ചു കിടക്കുന്നത്. ഇന്നു മുതൽ ഭയത്തിൻ്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളുടെ ഈ ഭയത്തിൻ്റെ അസ്വസ്ഥതയുണ്ടല്ലോ, അതിനെ ഊർജമാക്കി. അതിന് 3 വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശീലിക്കുക. ഒന്ന്, ഭയത്തെ നിങ്ങളുടെ കോമ്പസ്, ദിശാസൂചികയാക്കിയിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ബിസിനസ്സിലോ പ്രൊഫഷണൽ ലൈഫിലോ ഏറ്റവും വലിയൊരു തീരുമാനമെടുക്കേണ്ട ഘട്ടം വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഭയം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഭയം വരുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വളർച്ച കിടക്കുന്നത്. ആ ഭയത്തെ അങ്ങ് സ്വീകരിക്കുക, എന്നിട്ട് ധൈര്യത്തോടെ ആ പടി അങ്ങ് കടക്കുക. രണ്ടാമതായി പറയാനുള്ളത്, ഭയത്തെ വിട്ടുവീഴ്ചയില്ലാത്ത ഏകാഗ്രതയാക്കി മാറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഭയപ്പെടുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് കൂടും. ഇപ്പോൾ ഒരു പാമ്പൊക്കെ ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോക്കസ് വെരി ഷാർപ്പാവും അല്ലേ? അതുപോലെ ബിൽഡിംഗ് തീ പിടിച്ച് ഓടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഫോക്കസ് ഷാർപ്പാവും. അപ്പോൾ ഭയം വേണം. ഭയം വരുമ്പോൾ ആ ഫോക്കസിനെ ഉപയോഗിക്കണം. അതായത് ഭയം വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഉണ്ടല്ലോ, അത് കേവലം ഒരു ശാരീരികമായ ഒരു മാറ്റം മാത്രമാണ്. ഇത് വേറൊരു അവസ്ഥ, അത്രേ ഉള്ളൂ. എന്നാൽ ആ അവസ്ഥ നമുക്ക് വേണം, എന്നാലേ ആ ഊർജം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മുടെ ബിസിനസ്സിലോ ജീവിതത്തിലോ വലിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ഫലത്തെ ഭയക്കാതെ നമ്മുടെ കർമ്മങ്ങൾ അത്യുഗ്രമായിട്ട് അങ്ങോട്ട് ചെയ്യുക. ഫലം എന്തെങ്കിലും ആവട്ടെ, ഡു യുവർ വർക്ക്. 3ാമത്തെ കാര്യം, ഞാൻ പരാജയപ്പെട്ടാലോ എന്ന ഭയത്തിന് പകരമായിട്ട് ഞാൻ ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ച് മരിക്കേണ്ടി വരില്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്തുക. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അപാരമായ കഴിവിനെ ഈ ലോകത്തിന് മുന്നിൽ കാണിക്കാതെ ഇവിടുന്ന് പോയാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ജീവിതം വേസ്റ്റ് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഭയം നമ്മളെ കുതിച്ചുയരാൻ സഹായിക്കുന്ന ഇന്ധനമായിട്ട് അത് മാറും. നിങ്ങളൊരിക്കലും ഭയത്തിൻ്റെ കെട്ടുപാടിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല. ഒരു ദിവസം ഞാൻ പരിശീലിപ്പിക്കുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള പ്രൊഫഷണൽസിനെയും ബിസിനസ് പീപ്പിളിനെയൊക്കെ. അതിൽ ഈ ഭയത്തിനെ അതിജീവിച്ച് മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന കാര്യത്തിലേക്ക് മാറുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എനിക്കതുകൊണ്ട് തന്നെ ഭയവുമില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ഈ ലോകത്തിലേക്ക് അങ്ങ് ഇറങ്ങുക. കാരണം ഈ ഭയത്തിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം നിങ്ങളവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ധൈര്യമായിട്ടിരിക്കുക, ഞാനുണ്ട് കൂടെ. നിങ്ങളെ ആ യാത്രയ്ക്ക്, നിങ്ങളുടെ ആ പോരാട്ടത്തിൽ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ ഒരു തേരാളിയായി ഞാനുണ്ടാവും നിങ്ങളെ കൂടെ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വലിയ കോടീശ്വരന്മാരും വലിയ വ്യവസായികളൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്കുണ്ട്, റിവേഴ്സ് ഈഗോ. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നിങ്ങളുടെ ചിന്തകളും ജീവിതവും പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ഈ ചാനലിലെ ആവേശകരമായ അടുത്ത അറിവിനായിട്ട് അത്യുത്സാഹത്തോടു കൂടി കാത്തു നിൽക്കുക.